ഹലോ ഹലോ സന്തോഷ് സാറല്ലേ? അതെ, ആരാ വിളിക്കുന്നത്? സാർ ഞാൻ സാറിന്റെ ഒരു ഫാനാണ്. എന്റെ പേര് സുഭാഷ്. എന്റെ പേരെന്താ? എന്റെ പേര് സുഭാഷ്. ആ ഓക്കെ ഓക്കെ, ആ പറഞ്ഞു. പിന്നെ എവിടെ വരെയാ സാർ നമ്മുടെ പടത്തിന്റെ ഇത്? പടം അപ്പൊ മെയ് ലാസ്റ്റ് റിലീസാണ് വിചാരിക്കുന്നത്. ഞാനിപ്പോ അതിന്റെ ഓടി നടക്കുക, കാരണം തമിഴോ ഹിന്ദി കൂടി ഉള്ളതുകൊണ്ടേ. സാറ് ഇത്രയും വേറെ എങ്ങനെ അല്ല, ഞാൻ വിചാരിച്ച സാറ് ഭയങ്കര എന്താ പറയുക സീരിയസ് ആയിരിക്കും, ഫോണൊന്നും അറ്റൻഡ് ചെയ്തില്ല ഞങ്ങളുടെ ഫാൻസിനൊക്കെ. എന്തായാലും ഹലോ, ഞാൻ പറയാം, നമുക്ക് നമ്മുടെ നാട്ടിലെ 100 ജോലികൾ വരുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി മഴയ്ക്ക് മുമ്പായിട്ട് റിലീസ് ചെയ്യാനാണ് വിചാരിച്ചത്. അപ്പൊ പക്ഷെ മഴ പെയ്തുകൊണ്ട് ഇപ്പൊ പ്രശ്നമാണ്. മഴ പെയ്താൽ പിന്നെ പണി വേണം സാർ. നമ്മുടെ ഇത് എത്ര സാർ ബഡ്ജറ്റ്? എത്ര സോങ് ഉണ്ട്, മറ്റുള്ള സോങ്സ് എത്ര പെട്ടെന്ന് യൂട്യൂബിലൊക്കെ വരും. പടത്തിന്റെ ബഡ്ജറ്റ് എത്ര സാർ? അതൊന്നും ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല, കാരണം ഈ സ്റ്റുഡിയോയിലെ പൈസയാണ് പൈസ. സ്റ്റുഡിയോയിലേക്ക് ഞങ്ങൾ സീരിയസ് ആയിട്ട് പോകുന്നുള്ളൂ, മീൻസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് വരണം. കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. സ്റ്റുഡിയോയിലാണ്. ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇതിപ്പം ഞാൻ ഒത്തിരി പാടുപെട്ട് കിട്ടിയ ലൈനാണ്. അപ്പൊ എന്റെ ചോദ്യങ്ങൾക്കും എനിക്ക് ഒത്തിരി അറിയണമെന്നുണ്ട് ഈ പാടത്തെ പറ്റി. അപ്പം ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. വിരോധമില്ലെങ്കിൽ സാർ സഹകരിക്കും സാർ പ്ലീസ്. ഞങ്ങളുടെ ഒരു പറയാം, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യത്തിന്റെ ഇടയിലാണ്. ഞാൻ പറഞ്ഞോളൂ. ഓക്കെ സാറേ. അല്ല, ഞാൻ പറയാണ് സാറിന്റെ ഇപ്പൊ ഞാൻ ഒത്തിരി ഇപ്പം യൂട്യൂബിലൊക്കെ കയറി ഞാൻ ഈ പടം ഇറങ്ങിയപ്പം സാർ പലരും പല രീതികളാണ് പറയുന്നത്. പക്ഷെ സാർ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. എത്ര ഞങ്ങളുണ്ട് കൂടെ. ഞാൻ പറഞ്ഞിട്ട് ഇവിടെ തമിഴ് യഥാർത്ഥത്തിൽ ഞാൻ യൂട്യൂബിൽ ഒരു ചങ്ങാതി എന്നെ നിർബന്ധിച്ച് കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഞാനല്ല കമന്റ്സ് ഒന്നും വായിക്കാൻ നിന്നിട്ടില്ല. സാർ കൂടി നോക്കവേ ഇല്ല. അത് വളരെ വ്യക്തമായ രീതിയിലാണ് കമന്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ പ്രതിഭയുള്ള ആൾക്കാരെ അവര് എന്താ പറയണേ, അവര് ഒരാൾ ഉയർന്നു വരല്ലേ, അതാണ് അവര് ചിന്തിക്കുന്നത്. അല്ല ഓക്കെ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ ഒരു ഇന്റർവ്യൂവിൽ പറയണ്ടായിരുന്നു, നമുക്ക് ആളുകൾക്ക് ഒരു പ്രശ്നം തോന്നി 1-2 സീൻസ് കട്ട് ചെയ്തിട്ട് ഞാൻ തിയേറ്ററിൽ ഇടുള്ളൂ. യൂട്യൂബ് എന്ന് പറഞ്ഞ ജസ്റ്റ് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം സംഭവിച്ചതാണ്. എന്തിനു കട്ട് ചെയ്യണം ഞാൻ ചോദിക്കട്ടെ. ഞാൻ പറയാം, ഇപ്പൊ ഹിന്ദിയിൽ ഒരു പടം എടുത്താൽ തന്നെ മലയാളത്തിൽ ഒരു പടം എടുത്താൽ എത്ര വൾഗറായിട്ടുള്ള സീൻസ് ഉണ്ട്. ഈ ഒരു മലയാളം തന്നെ പൃഥ്വിരാജേട്ടന്റെ ഉറുമ തന്നെ എടുത്തു നോക്കി. എന്താണ് കാണിച്ചിരിക്കുന്നത്? ഇപ്പൊ നമ്മളൊരു പടം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത പൈസ അങ്ങനെയല്ല പറഞ്ഞത്, നമ്മളൊരു വെറൈറ്റി ഉണ്ട്. സാറിന്റെ അതിനകത്തൊരു വെറൈറ്റി ഞാൻ കാണും. പക്ഷെ ഒരു ഇതെന്ന് വെച്ചാൽ അത് തിയേറ്റർ വേഷനും കൂടെ ആക്കുവാണെങ്കിൽ ആ ഒരു നല്ല ക്ലാരിറ്റി ഇച്ചിരി കുറവുണ്ടെന്നേ ഉള്ളൂ. അത് തിയേറ്റർ വേഷന്റെ അത് നോക്കുവാണെങ്കിൽ അത് എന്താ പറയുക. തിയേറ്റർ അതിപ്പോ മാത്രമല്ല, ഞങ്ങള് ഇടയ്ക്ക് സ്മോക്കിലൊന്നും അടിച്ചിട്ട് വീടിന്റെ ചെയ്തിട്ടില്ല. ഓക്കെ മനസ്സിലല്ലേ, നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാൻ സംഭവം ഇപ്പൊ കഴിഞ്ഞ ഉടനെ ഞാൻ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്തൊരു സംഭവം അത്. അതെ ഞാൻ ഇങ്ങനെയൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കാര്യം അത്. ഞാനും അല്ല യൂട്യൂബ് കൊടുത്തത്. ഇങ്ങനെയൊക്കെ ആയി വന്നാണ്. ആ പാട്ട് എനിക്കുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എനിക്ക് ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, ആ ഓപ്രിയ എന്നുള്ളൊരു പാട്ട്. ഭയങ്കര അല്ലെങ്കിലും ഭയങ്കരമായിട്ട് കേസറ്റൊക്കെ നല്ല മൂവിങ് ആണ്. ആണല്ലേ? സാറിനോട് ഇപ്പൊ ഇത്ര സംസാരിച്ചല്ലോ, ഞാൻ തുറന്നു പറയാം. ഞാനൊരു കുട്ടിയെ പ്രണയിക്കുന്നുണ്ട്, അഞ്ജലി എന്നാണ് അവിടെ പേര്. അപ്പൊ രാത്രി ഞാൻ ഈ പാട്ട് കേട്ട് രാത്രിയില്ലേ ഈ പാട്ട് കേട്ടാണ് ഞാൻ കിടക്കുന്നത്. അപ്പം അതിനകത്തൊരു ഇതുണ്ടല്ലോ, കല്യാണമേളം നാദസ്വരം വേണം എന്ന ലിറിക്സ്. ശരിക്കുണ്ടല്ലോ മനസ്സിൽ തട്ടുന്നൊരു ലിറിക്സാണ് സാറേ. ലിറിക്സ് എല്ലാം സാറാണല്ലേ? അതെ, ഞാൻ തന്നെ ചെയ്തേ. ശരിക്കും എന്താ ചെയ്തെന്ന് അറിയടാ, ഞാൻ പറഞ്ഞാല് നിങ്ങൾ ഓപ്പണിൽ പറയാൻ പറ്റുന്നോട് ഞാൻ പറയാം. ഇത് ഈ കുട്ടിക്ക് ആകെ 2 സീനുള്ളൂ. ഈ കണ്ട കുട്ടിയല്ല നായിക. അതിൽ എനിക്ക് ഇന്റർവ്യൂ ഉണ്ട് യൂട്യൂബില്, സ്പൈഡറിനെറ്റ് കൊടുത്തൊരു ഇന്റർവ്യൂ ഉണ്ട്. ഇല്ല, ഞാൻ ഒരു ഇന്റർവ്യൂ കണ്ടു സാർ ഇങ്ങനെ രോക്ഷാവലിനായിട്ട് പറയുന്നത്. അതില് ഒരു കുട്ടിയെ കാണിക്കുന്നില്ല, അവളാണ് നായിക. അതാണല്ലോ നായിക, അവളാണ് നായിക. ഈ പെൺകുട്ടി ചെറുപ്പത്തിൽ ഇവനെ പ്രേമിച്ച ഒരു കഥയാണ് സംഭവം. അതന്നെ ഞാൻ പറഞ്ഞിട്ട് സാർ ആരുടെയും കാര്യം നോക്കില്ല. ഞങ്ങൾ കുറച്ച് ഫാൻസ് ഉണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിലെ കുട്ടികൾക്ക് വരെ, തമിഴന്മാർക്ക് വരെ സോങ്സ് കാണിച്ചു കൊടുത്തു. അവര് പറയുന്നത് എന്ത് കുഴപ്പമാണെന്ന് അവർ ചോദിക്കുന്നത്. നല്ല വെറൈറ്റിയിൽ എടുത്തേക്കും, നല്ല ഷോർട്സ്, ആ മൂൺ വാക്കൊക്കെ ചെയ്യുന്ന പെടയായിട്ടുണ്ട്. അപ്പൊ ഇത് സംഭവിച്ചിട്ട് ഈ കുട്ടിക്ക് ആകെ 2 സീനേ വരുന്നുള്ളൂ. 2 സീൻ. അപ്പൊ ഇവളെ മാരേജ്, ഞാൻ പറഞ്ഞ ആ പാട്ടത്തിന് നല്ലോണം കാരണം ഇവളുടെ മാരേജിന് അല്ല, ഈ കറക്റ്റ് 18 വയസ്സിന് മാരേജ് ഒക്കെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവള് ഒരു മാരേജിന് തലേദിവസം സ്വപ്നം കാണുന്നത്. പക്ഷെ ഇതിന്റെ വെയിൽ നെക്സ്റ്റ് സീനിലെ നായകൻ ഈ പറയുന്ന പെർട്ടിക്കുലർ രാധാ എഴുത്താനിരിക്കുന്നു. അപ്പൊ
അതുകൊണ്ട് ഈ കല്യാണം നടക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഒരു പക്ക ലവ് സോങ് ആക്കാതെ ലവ് സോങ്ങില് ഒരു മെലഡി കൂടി ചേർത്തിട്ട് ചെയ്തതാണ് സംഭവം. സാധാരണ നമ്മളൊരു ലവ് സോങ് അല്ല ഞാൻ എത്തിയത്. പക്ഷെ അത് ഞാൻ വിചാരിച്ചൊരു ഹിറ്റായെന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുകയാണ്. കാരണം നമ്മൾ സാധാരണ ലവ് സോങ് ആണ്. നിങ്ങളത് വളരെ നിങ്ങൾ ചെയ്യുന്ന രാത്രി നിങ്ങളെ ഇരുന്നിട്ട് നിങ്ങൾ ഇതിൽ മാത്രം ഇരുന്ന് കിട്ടുമോ, ഹെഡ്ഫോണിൽ വെച്ച് കിട്ടുമോ? ഞാൻ ആ സോങ് കേട്ടാ മതി സാർ. ആ സൗണ്ട് അതാരാ സാർ പാടിക്കണ മധുരമായ സൗണ്ട് ആരാ സാർ? ഞാൻ മധുരൊന്നും പറയാനില്ല, ഞാനാണ് പാടിയത്. ഞാനൊരു ഗായകനൊന്നും അല്ല. ഞാൻ ഗായകനെ കൊണ്ട് പാടിപ്പിക്കാൻ നോക്കിയപ്പോൾ ആക്ച്വലി ആ പാട്ടാരാണ് പാടിയിരിക്കുന്നത്? ഞാനാണ് പാടിയത്. ശരിക്കും ഞാനാണ് പാടിയത്. ഈ സിനിമയിലെ 3 സോങ് ഞാനാ പാടിയത്. മായാവി എന്നൊരു പാട്ട് വരാണ്ട്. എങ്ങനെ ആ പാട്ട് ഇതുവരെ കേട്ടില്ല. ആ പാട്ട് 2 അംഗനവാടിയിലെ ടീച്ചറും അത് ഞാൻ കേട്ടിട്ടുള്ളൂ. മായാവി എന്നുള്ള ചെറിയൊരു 2 ലൈൻ ഒന്ന് പാടൂ. എടാ ഞാനിപ്പോ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ട് ഇവിടെ നല്ല മഴയുണ്ട്. ആണല്ലേ? ഓക്കെ സാർ. പക്ഷെ ഒന്നുകൊണ്ട് പേടിക്കില്ല. ഞങ്ങളെ ഈ കോളേജ് സ്റ്റുഡൻസ് തന്നെ പടം വിജയിപ്പിക്കും, ഒരു സംശയമില്ല. ആയിക്കോട്ടെ, താങ്ക്സ്. പിന്നെ എനിക്കൊരു അനുവാദം. ഐഡിയ സ്റ്റാർ സിംഗറിൽ ഒരു നിമ്മി എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. നിമ്മിയല്ലേ? അതായത് ഇങ്ങനെ വരും, ഞാൻ പാടും, അല്ല അവള് പാടും മായാവി അങ്ങനെ വരും. മിസ്സായടി സൺഡേ മാത്രം വർക്കിംഗ് ഡേ, മറ്റു ദിവസങ്ങൾ ഹോളിഡേ, സൺഡേ മാത്രം വർക്കിംഗ് ഡേ, മറ്റു ദിവസങ്ങൾ ഹോളിഡേ, ഇതാണ്. അടിപൊളി അടിപൊളി അടിപൊളി. ഇത് പിന്നെ അത് ഓപ്രിയ ഒന്നും ഇല്ലാന്ന് പറയാം. എനിക്ക് ആ ഓപ്രിയ കഴിഞ്ഞിട്ടേ ഉള്ളു. അതേ സാറൊന്നും അത് പറയേണ്ട കാര്യം. ഓപ്രിയ അപ്പാര മ്യൂസിക്. അത് അപ്പൊ ഇഷ്ടപ്പെട്ട സോങ് ഓപ്രിയാണ്. അതെ, എനിക്ക് പിള്ളേര് സത്യം തമിഴന്മാർ സാധാരണ മലയാളം പാട്ട് അവരെ കേൾക്കത്തില്ല. ഇത് ഓപ്രിയ എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുമ്പോൾ അവര് കൂടെ പാടുക. അതിന്റെ തമിഴ് വേർഷൻ ഇപ്പൊ വരും. തമിഴ് വേർഷൻ ഉണ്ടോ? ഇത് തമിഴ് ഹിന്ദിയിലുള്ളതല്ലേ? അതന്നെ. രാത്രി ശിവരാത്രി ഇനി എന്നും ശിവരാത്രി. അപ്പൊ ഹിന്ദി എങ്ങനെ? ജന്മം പുനർജന്മം നീ എന്നും എൻ തുണൈവി, അങ്ങനെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഹിന്ദി എങ്ങനെ വരും? ഹിന്ദി ഞാൻ ആ ലിപ്സിലേക്ക് പോയിട്ടില്ല. ഓക്കെ സാർ, ഓക്കെ. അപ്പൊ ഞാൻ അനുവാദം ഇംഗ്ലീഷ് വരുമ്പോ ഓ ഡിയർ ഓ ഡിയർ ഓ ഡിയർ നൈറ്റ് ഫസ്റ്റ് നൈറ്റ് ലവ് ഓൾ ഡേയ്സ് ഫസ്റ്റ് നൈറ്റ് എന്നിങ്ങനെ വരും. ഓക്കെ 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 സാർ.